പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രൻ മകനീയമായ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുതുപ്പള്ളിയെ മാലിന്യ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പുതുപ്പള്ളി ഡിവിഷൻ മെമ്പറുമായ ബഹുമാന്യ നിബു ജോൺ, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുറിയാക്കോസ്, എൻ്റെ സഹപ്രവർത്തകൻ വള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ അനിലം ചാണ്ടി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നിർദ്ദേശപ്രകാരം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മാലിന്യം നമുക്ക് ഏറ്റവും വലിയ ഒരു ശാപമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊരു വിമുക്തി നേടണമെങ്കിൽ നമുക്ക് അംഗൻവാടി മുതൽ വിദ്യാഭ്യാസ രംഗത്തെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും രാഷ്ട്രീയ രംഗങ്ങളിലെയും വ്യാപാര വ്യവസായ സമൂഹത്തിലെയും സമസ്ത മേഖലകളിലെയും ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കണം. സമസ്ത മേഖലകളിലെ ആളുകൾ പങ്കെടുത്ത് ഈ ചടങ്ങിനെ വേദി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം അനുമോദനീയമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളിലെ പഞ്ചായത്തിലെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെയും മറ്റ് ബന്ധപ്പെട്ട ആളുകളെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അക്ഷീണമായ ഒരു പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ടാകണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തുടങ്ങി വെച്ചത് കൊണ്ട് കാര്യമില്ല, അത് പരിപാലനം പൂർണ്ണമായി നടപ്പിലാക്കേണ്ടതായിട്ട് സംസ്ഥാന തലത്തിൽ ഒട്ടനവധി നിയമനിർമ്മാണങ്ങളൊക്കെ നടപ്പിലാക്കണം. എന്നാൽ നിയമത്തിൻ്റെ ചില പഴുതുകളെ വീണ്ടും വീണ്ടും ഇത്തരം പ്രചോദനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും വള്ളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാളും നമ്മുടെ ഈ വ്യാപാരി വ്യവസായ മേഖലകളിലെ കടകളിൽ കയറി പ്ലാസ്റ്റിക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ എതിർക്കുന്നില്ല, കാരണം നിയമം നടപ്പിലാക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. ഞാനിപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ അനിലം ചാണ്ടിയോട് പറയുകയായിരുന്നു, ഈ അങ്ങാടി ഇരമലൂർ ഭാഗമൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിവിഷനാണ്, പുതുപ്പള്ളി കവലയും പരിസര പ്രദേശങ്ങളും എൻ്റെ ഡിവിഷനാണ്. രാവിലെ ഞങ്ങളുടെ വള്ളം പഞ്ചായത്തിലെ സ്റ്റാളുകാരൊക്കെ ഇറങ്ങും. ഇവിടെ പുതുപ്പള്ളിയിലെ കടകളിലൊക്കെ കയറി 25,000, 15,000, 10,000 വീതം ഫൈനടിക്കുക. ഉടനെ കടയുടമകളെല്ലാം മെമ്പറെ വിളിക്കും, സാബു സർക്കാരിനും പഞ്ചായത്തിനും ബ്ലോക്കിനും പണമില്ലാത്തതിന് രാവിലെ കെട്ടഴിച്ച് വിട്ടവരെ പോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെയും പഞ്ചായത്തിലെ സ്റ്റാളുകാരെ വിട്ട് പാവപ്പെട്ട കടക്കാരെ ഉപദ്രവിക്കുന്നു. വ്യാപാരി വ്യവസായികളെ 2-3 ദിവസമായി കലക്ടറേറ്റിൽ ധർണയും പിക്കറ്റിംഗും നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു വ്യാപാരി കൂടിയായ എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അത് പൂർണ്ണമായി ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കും. ഈ നിയമം നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കുന്നവരും ആ നിയമം ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകണമെന്ന് അവരെ ശരിയാവണ്ണം ബോധവൽക്കരിക്കും. ഇവിടെ പുതുപ്പള്ളിയിലെ നമ്മുടെ സംസ്ഥാനത്താകമാനവും ഇന്ന് നമ്മുടെ റോഡുകളിലേക്ക് ചെന്നാൽ ഒട്ടനവധി ചെറുകിട ബജിക്കടകളടക്കം ചെറുകിട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അവരുടെ മുതൽ മുടക്ക് എന്താണെന്ന് ചോദിച്ചാൽ 4 തൂണും 1,500 രൂപയുടെ ഒരു പ്ലാസ്റ്റിക് പടുതയും ഉണ്ടെങ്കിൽ ഒരു ബജിക്കട ഏത് റോഡിൻ്റെയും സമീപത്തെ വെക്കാം. ആ ബജിക്കടക്കാരൻ രാവിലെ വരുന്നത് 4 കുട്ടികളും ഭാര്യയും ഭർത്താവും, ഞാൻ ഏത് സംസ്ഥാനക്കാരനാണോ, ഏത് ജാതിയാണോ, ഏത് മതമാണെന്ന് പറയുന്നു, 4 കുട്ടികളും ഭാര്യയും ഭർത്താവും ഒരു ബക്കറ്റ് വെള്ളവുമായി കടന്നു വരുന്ന ഈ ബജിക്കടക്കാരൻ രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്നും കുറേ വെള്ളം ഒരു ബക്കറ്റിലോ ഒരു ചെറിയ പാത്രത്തിലോട്ട് എടുത്ത് അതിനകത്ത് ഉള്ളിവടയ്ക്ക് കുഴച്ച് വെക്കുന്നു. ആ ഉള്ളിവട ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പാത്രത്തിലൂടെ തന്നെ ഉഴുന്നുവടയ്ക്ക് കുഴച്ച് വെക്കുന്നു. ആ ഉഴുന്നുവട ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത്
കുഴച്ചു വെക്കുന്നു. അത് കുഴച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 4-5 പിള്ളേരുള്ളതിൽ ആരെങ്കിലും ഒരു കുട്ടി അപ്പിയിട്ടേച്ച് ഓടി വരും. ഓടി വരുമ്പോൾ ഈ അമ്മയോ അപ്പനോ ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിലെ വെള്ളത്തിൽ നിങ്ങളൊക്കെ ഇതൊന്ന് പരിശോധിക്കണമെങ്കിൽ ഈ പോകുന്ന വഴി വാണിഭങ്ങളിലുള്ള ഈ കടകൾ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കണം. ആ വെള്ളത്തിൽ അത് കുട്ടിയെ അപ്പി കഴിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വൈകുന്നേരം മിച്ചമുള്ള ചൂടുവെള്ളത്തിൽ ഭാര്യയും ഭർത്താവും കുളിച്ചേച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവന് മിച്ച വരുമാനം 3000 രൂപ ഉണ്ടാവും. പുതുപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും വാടകയ്ക്ക് കട എടുത്ത് ഒരു ബിസിനസ് നടത്തുന്ന ചെറുകിട വ്യാപാരികൾ 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള ഗ്രാമീണ മേഖലകളിൽ ഇതുപോലെയുള്ള നിയമനിർമ്മാണം കൊണ്ട് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളൊന്നും കാണില്ല. 1500, 2500, 3000, 5000 വാടകയ്ക്ക് എടുത്ത മുറി, ആ മുറിയിൽ ഒരു ചെറുകിട ചായക്കട നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു മുറുക്കാൻകട നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് നടത്തിയാൽ അവനെ നിയമങ്ങളെ അനുസരിക്കേണ്ടതായി വരുന്നു. അവനവിടെ പണിയെടുക്കുന്ന ജോലിക്കാരന് പഞ്ചായത്തിൽ നിന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹെൽത്ത് ഗാർഡ് വേണം. ഒരു ഹെൽത്ത് ഗാർഡ് ഉണ്ടാക്കണമെങ്കിൽ അവനെ ആ ഹെൽത്ത് കാർഡ് എടുക്കേണ്ട ആ വ്യക്തിക്ക് എത്ര പരിശോധനകൾ നടത്തണമെന്നുള്ള വിവരം ആ ഒരു കാർഡ് എടുക്കാൻ പോകുമ്പോൾ ആ വ്യാപാരിയെ സംബന്ധിച്ച് മനസ്സിലാകും. 2000 രൂപ കാർഡിന് ഒരു വർഷത്തേക്ക് ചിലവ്. അതിനുശേഷം അവന് ലൈസൻസ് വേണം, അവന് കറണ്ട് ചാർജ് വേണം, അവന് വെള്ളക്കരം കൊടുക്കണം, അവന് രാഷ്ട്രീയ പാർട്ടിയുടെ പിരിവ് കൊടുക്കണം, അവന് സമസ്ത മേഖലകളിലെയും സന്നദ്ധ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ കയറി ചെല്ലുമ്പോൾ പിരിവ് കൊടുക്കണം. കൊടുത്തില്ലേ പ്രശ്നങ്ങൾ. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അവന് 1000 രൂപയുമായി രാവിലെ കട തുറന്നാൽ വൈകുന്നേരം അവൻ അടയ്ക്കുമ്പോൾ 700 രൂപ മിച്ചം കാണും. 300 രൂപ അവന് നഷ്ടമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമമെല്ലാം അംഗീകരിക്കണം. അവൻ എവിടുന്നെങ്കിലും ചെന്ന് 140, 150 രൂപ മുടക്കി ഒരു പ്ലാസ്റ്റിക് കൂട് മേടിച്ച് വെച്ച് 2 ഉഴുന്നുവടയ്ക്ക് വരുമ്പോൾ ആ ഉഴുന്നുവട ഒരു കടലാസിൽ പൊതിഞ്ഞ് ഈ പ്ലാസ്റ്റിക് കൂടിനകത്ത് കൊടുത്തു വിട്ടാൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്കാഡോ പിടിച്ചാൽ 5000 രൂപ ഉഴുന്നുവട മേടിക്കാൻ വന്നയാൾക്ക് ഫൈന്, വിറ്റവന് 10000 രൂപ ഫൈൻ. ഈ നിയമം നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട നിപ്പു ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് നമ്മൾ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടപ്പിലാക്കി ഇത് അംഗീകരിക്കണമെന്ന് പറയുന്നവൻ ഈ 10000 രൂപ ഫൈൻ അടയ്ക്കുന്ന ചെറുകിട വ്യാപാരി എന്നെ അടയ്ക്കും. ഏതായാലും ഞാൻ 10000 രൂപ അടച്ചു, ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ്റെ കടയിലെ മാലിന്യം ആ കവലയിലുള്ള 10 കടകളുടെ മുമ്പിൽ നിരത്തിയിട്ടേ അവൻ പോകുള്ളൂ. അത്രമാത്രം വാശി. കാരണം അവന് ഈ സ്ഥാപനം നടത്തിയപ്പോൾ ഉണ്ടായ നഷ്ടത്തോടൊപ്പം അവന് 10000 രൂപ ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും. 25000 രൂപ ഫൈൻ അടച്ച പുതുപ്പള്ളിയിലെ 1-2 കടക്കാർ എന്നെ വിളിച്ചിട്ട് ഇനി പറയാനൊന്നുമില്ല. ഇത്തരം സമീപനങ്ങൾ നമ്മളെ ഉണ്ടാകുമ്പോൾ ആ സമീപനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തെ നിരോധിക്കാൻ സർക്കാരിന് പറ്റില്ലേ? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തെ കൂട്ടണം. എന്തിന് ഉൽപ്പാദിപ്പിക്കുന്നു? മൈക്രോൺസ് കുറഞ്ഞ പ്ലാസ്റ്റിക് ഏതെങ്കിലും സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ചെറുകിട വ്യവസായ സംരംഭമായാലും ISI മാർക്കുള്ള സംഭവമായാലും എന്ത് സംഭവമായാലും ആ വ്യവസായ സ്ഥാപനം കൂട്ടണം. ഇവിടെ പഞ്ചായത്ത് തലത്തിൽ ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകളും ബാറുകളും അനുവദിച്ചിട്ട് നമുക്കറിയാം. കഴിഞ്ഞപാലത്ത് ഒരു ബാർ തുടങ്ങി. ബാറിനപ്പുറം വാഹത്താനം പഞ്ചായത്ത്, അവിടെ പോലീസ് നിൽക്കുക. ഇപ്പറേ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. കുടിച്ചേറ്റും വരുന്നവൻ വാഹത്താനത്തോട്ട് ഇറങ്ങിയാൽ അവനെ പിടിച്ച് 10000 ഫൈൻ. ഇപ്പറയിലോട്ട് ഇറങ്ങിയാൽ, പുതുപ്പള്ളിയിലോട്ട് ഇറങ്ങിയാൽ ഈസ്റ്റ് പോലീസ് 10000 ഫൈൻ. ഇതാണ് നമ്മുടെ നിയമത്തിലെ പഴുതുകൾ. ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കഞ്ചാവ്, ADM, ഇത് MDM, ADM, ഇത് പിടിക്കുമ്പോൾ 1 കിലോയിൽ താഴെ കഞ്ചാവ് ഒരാളുകൾ പിടിച്ചാൽ 25000 രൂപ ഫൈൻ അടച്ച് ഇറങ്ങിപ്പോകാനുള്ള നിയമമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആർക്കെങ്കിലും തർക്കിക്കാനൊക്കെ എക്സൈസുകാർ ആരെങ്കിലും കൂടിയുള്ളൂ. 1 കിലോയിൽ താഴെ കഞ്ചാവാണെങ്കിൽ 25000 രൂപ ഫൈൻ അടിച്ചാൽ കഞ്ചാവ് വായന പോകാം. 1 ഗ്രാമിൽ താഴെ MDMK ആണെങ്കിലും അവന് കുഴപ്പമില്ല. ഇനി ഈ നിയമത്തിന്റെ ബലമെന്താണ്? 3
3 ലിറ്റർ മദ്യം മേടിച്ചുകൊണ്ട് പോകാൻ ഒരു വ്യക്തിക്ക് അവന്റെ രസീത് കയ്യിലുണ്ടെങ്കിൽ ബില്ല് കയ്യിലുണ്ടെങ്കിൽ അവൻ പോയി 6 പേരുമായിട്ട് 18 ലിറ്റർ മദ്യം മേടിച്ചാലും 6 പേരുടെയും ബില്ലുണ്ട്. ഇതാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ സാങ്കേതികമായി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടി പഠിക്കും. നമ്മുടെ ചെറുകിട വ്യാപാരി വ്യവസായികളെ ബുദ്ധിമുട്ടാക്കുന്ന ഇതുപോലെയുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു വ്യാപാരി ആയതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളോട് ഇങ്ങനെ അവിടെ പരിശോധിക്കാൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആദ്യമേ ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മൈക്രോൺസ് കുറഞ്ഞതാണെങ്കിൽ അത് ലയിച്ചു ചേരുകയെന്നുള്ള ഒന്ന്, രണ്ടാമത് ക്യാൻസർ അടക്കം മാരക രോഗങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പ്രേരണ നൽകുന്നതിനുള്ള കാര്യത്തിൽ സംശയം ശരിയാണ്. എങ്കിൽ ഇതിൻ്റെ ഉൽപാദനം നിർത്തണം. ഇപ്പോൾ പുതിയൊരു നിയമം വന്നിരിക്കുകയാണ്. ബീഡി സിഗരറ്റ് യഥേഷ്ടമുള്ള വിൽപ്പനയാണ്. ബീഡി സിഗരറ്റ് വിൽക്കുന്ന കടക്കാരനെ പുകവലി പാടില്ല എന്ന് ബോർഡ് വെച്ചില്ലെങ്കിൽ അവന് ഫൈനാണ്. നിങ്ങളിപ്പോൾ ഏത് കടയിൽ ചെന്നാലും കാണാം 18 വയസ്സിന് താഴെയുള്ളവന് പുകയില ഉൽപ്പന്നങ്ങൾ നൽകുന്നതല്ല പുകവലി പാടില്ല. ഇത് എഴുതി വെച്ചാൽ അവൻ വലിക്കാതിരിക്കും. അവൻ അങ്ങനെ ഇത് എഴുതി വെച്ചില്ലെങ്കിൽ അവന് 200 രൂപ ഫൈൻ. പ്രദർശിപ്പിച്ച ഈ വീഡിയോ സിഗരറ്റ് വിറ്റാൽ അവൻ 500 രൂപ ഫൈൻ. ഇത്തരം നിർമ്മാണം സാധാരണ ജനങ്ങൾക്കും ഇവിടുത്തെ സമൂഹത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് നിയമം നടപ്പിലാക്കുമ്പോൾ സാധാരണ ജനത്തെ കൂടി കണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കണം. ഇവിടെ ഞാൻ പരിശോധിച്ച ഫൈൻ ഈടാക്കിയ കാര്യമൊക്കെ പറയാം. ഇവിടെ 2000 രൂപ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഫൈൻ ഈടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജോയിന്റ് വീഡിയോ പറയുന്ന പുതുപ്പള്ളിയിൽ തന്നെ ഏതാണ്ട് 3,70,000 രൂപ ഫൈൻ ഈടാക്കിയത്. അതൊന്നും പഞ്ചായത്തിന് വരുന്നില്ല. പഞ്ചായത്ത് സെക്രട്ടറി തോന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ എന്തിരിക്കുന്നു പറയും. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവരുമായി ബന്ധപ്പെട്ട് പോരായ്മകൾ പരിഹരിച്ച് കടക്കാരെ ബോധവൽക്കരിച്ച് അവർക്ക് ഇതിൻ്റെ ബോധവൽക്കരണം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത കടക്കാരന് 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും പഠിച്ച 78ഉം 80ഉം വയസ്സുള്ള ഒരു അപ്പച്ചൻ ഒരു മാടക്കടയുമായിട്ടിരുന്നാൽ ആ മാടക്കടക്കാരനെ പിടിച്ച് ഫൈൻ ഈടാക്കുന്നു. ഞാൻ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഞങ്ങളുടെ ബ്ലോക്കിലെ ആളുകളോട് പറഞ്ഞു, നമ്മുടെ അങ്ങാടി പള്ളിയുടെ ഭാഗത്ത് അവിടെ ബജിക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പരിസര മലിനീകരണം ഉണ്ടാകുന്നു. അതുകൂടി പരിശോധിക്കാൻ ഇവർ തയ്യാറാകണം. അതുകൊണ്ട് സമൂഹത്തിന് ഗുണകരമായ നിയമം നടപ്പിലാക്കിയാൽ എല്ലാവരും അതുമായി സഹകരിക്കും. ആ കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരം ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഏതായാലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത മേഖലകളിലെ ആളുകൾ പങ്കെടുത്ത് ഇതുപോലെ ഒരു പ്രതിജ്ഞയും ഈ നല്ല ഒരു പരിപാടിയെ സംഘടിപ്പിച്ച് മാലിന്യമുക്ത പഞ്ചായത്താക്കി പുതുപ്പള്ളിയെ മാറ്റാൻ ശ്രമിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ